നമ്മളെ രാജി ചോദിക്കത്തൊന്നുമില്ല. എന്നറിയാം, അവർ പബ്ലിക്കിലും ജനറൽ ബോഡിയുടെ മുമ്പിൽ അവർ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. അപ്പോൾ അവിശ്വാസ പ്രമേയത്തിലേക്ക് പോകേണ്ടതില്ല, ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ പ്രസിഡന്റ് ഞങ്ങൾ രാജിവെക്കുന്നു. കമ്മിറ്റിക്കെതിരെയാണ് അല്ല ശ്വേതാമേനോൻ എന്ന വ്യക്തിക്കെതിരെ അവിശ്വാസമൊന്നുമില്ല, കമ്മിറ്റിക്കെതിരെയാണ് അവിശ്വാസ പ്രമേയം വന്നത്. ആ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ രാജിവെക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു സംസ്ഥാന സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ പോകുമ്പോൾ പോരെ, നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വരട്ടെ, അല്ല അപ്പോഴും നോക്കാം, വരുമ്പോൾ നോക്കാം. എന്താ ഇത് പ്രതിസന്ധി തള്ളാൻ പറ്റില്ല. നിങ്ങൾ കാര്യം മനസ്സിലായി, ഞാൻ ഇതൊക്കെ വിട്ടുപോയാണ്. 9 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയിൽ ഇനി ഇലക്ഷൻ നയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ച് പോയാണ്. പക്ഷേ എന്നെ ഈ കമ്മിറ്റിയിൽ എടുത്ത് വെച്ചപ്പോൾ എന്താ ഞാൻ വരാൻ കാര്യം, ഇത് നശിക്കരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇത് ഒരുപാട് പാവങ്ങളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ്. അത് ഒരുപാട് വിഷമിക്കുന്ന അമ്മമാരുണ്ട്, അവരെ ആശ്രയ കേന്ദ്രം, അവരെ വഴിയാക്കേണ്ടത് എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനിത് 9 വർഷം മുമ്പ് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇനി ഇതിനകത്തേക്കില്ല, ഞാൻ ഒരു അംഗമായിട്ടിരിക്കാം എന്ന് പറഞ്ഞ് പോയ ആളാണ്. 3 ഇലക്ഷനിൽ ഞാൻ മത്സരിച്ചിട്ടില്ല, ഞാൻ മത്സരിക്കാതെ മാറിയിരിക്കുന്നത്. പക്ഷേ അതുവരെയുള്ള എല്ലാ കമ്മിറ്റികളിലും അംഗമായിരുന്നു. ഈ ഇരിക്കുന്ന ഉദ്ഘാടനം ചെയ്ത ബോർഡിൽ പോലും ഞാനാണ് വൈസ് പ്രസിഡന്റ്. പക്ഷേ ഞങ്ങൾ പക്ഷേ ഇനി ഞാൻ വന്ന് നിൽക്കുന്ന എന്താണ്, ഇത് വഴിയാധാരാവാൻ പാടില്ല. ഇതൊരു ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് അമ്മ. അത് നശിക്കാൻ പാടില്ല എന്ന ആഗ്രഹം കൊണ്ട് നിന്ന്, അല്ലാതെ എനിക്കിതിനകത്ത് ഒരിക്കലും തുടരാൻ ആഗ്രഹമില്ല. നമ്മൾ ഈ കമ്മിറ്റിയിൽ നമ്മൾ എത്രയും പെട്ടെന്ന് കണക്ക് ശരിയാക്കും. അതിന് നിങ്ങളൊരു തർക്കം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒരാളും കോടതിയിൽ പോകേണ്ട കാര്യമില്ല. അതിനൊരു ഉത്തരം കൂടെയുണ്ട്. ഇവരിപ്പോൾ കോടതിയിൽ ഇതിൽ നമ്മൾക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞത് കോടതിയിൽ കേസ് ചെയ്തെത്തുന്നതിന് മുമ്പ് അടുത്ത ജനറൽ ബോഡിയാവും. അടുത്ത ജനറൽ ബോഡിക്ക് ഇലക്ഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ വളരെ നിരുത്തരവാദിത്വപരമായി ഒരു കാര്യം ചെയ്ത ശേഷം ഇപ്പോൾ ആരോടെങ്കിലും പറഞ്ഞോ രാജിവെച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞോ, അതോ നിങ്ങൾ ഒരു കാര്യം കൂടെ ഈ പിഷാരടി പറഞ്ഞ പോലെ ഇവർ 20 ദിവസമായി ചോദിച്ചല്ലോ, മാഡം ചോദിച്ചു, 20 ദിവസമായി ഇവർ രാജിവെച്ച് പോയിട്ട്. ഇവർ ഈ രാജിവെച്ച് പോയില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഇവർ ഇതിന്റെ ദൈനംദിന കാര്യം വല്ലതും നോക്കിയോ? ഈ 20 ദിവസത്തിനകത്ത് ഇവിടെ വരികയോ ദൈനംദിന കാര്യങ്ങൾ നോക്കിയോ, ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരന് ശമ്പളം കൊടുത്തോ ഒന്നും അന്വേഷിച്ചില്ലല്ലോ. അപ്പോൾ അവർ തന്നെ പോയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ്? 20 ദിവസമായി ഇത് അവർ മനസ്സുകൊണ്ട് രാജിവെച്ചു. കാരണം അവർ പോയി എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ അവരെ ഇത് അബാൻഡൻ ചെയ്ത് കിടക്കില്ല. ആരുമില്ലാതെ ഉടമസ്ഥനില്ല കിടക്കാൻ പറ്റൂ. അപ്പോൾ ഇവർ അവിടെ പോയി. അപ്പോൾ അവരെ ഉത്തരവാദിത്തമില്ല, തൊട്ടടുത്ത ദിവസം രാജിവെച്ചിട്ടില്ല, ഞാൻ തന്നെ അമ്മ നോക്കുന്നു എന്ന് പറഞ്ഞ് വന്ന് ഇവിടെ നോക്കണ്ടേ? ഇവിടെ വന്നിട്ടില്ലല്ലോ. ക്യാബിന് പൂട്ടിക്കൊണ്ട് പോയിരിക്കാൻ, പൂട്ടി താക്കോലും കൊണ്ടുപോയി, ചാവിയില്ല, തുറക്കുന്നില്ല. അപ്പോൾ ഈ അരാജകത്വം സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇത്തരത്തിലൊരു സ്ഥാപനത്തിൽ ഞാൻ 35 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് തുടങ്ങുന്നത്. തുച്ഛമായ പൈസയും നമ്മുടെ കഷ്ടപ്പാടും ഒരു പൈസ അഭിമാനത്തോടെ പറയാം, ഇത്രയും വർഷത്തിനിടയിൽ ഒരു TA പോലും ഞാൻ ഈ സ്ഥാപനത്തിൽ എഴുതി വാങ്ങിച്ചിട്ടില്ല. ഞാൻ ഇത്രയും വർഷം ഇതിൻ്റെ കമ്മിറ്റി മെമ്പറായിരുന്നു. ഞാൻ എറണാകുളത്ത് വരാറുണ്ട്, അവരെ കമ്മിറ്റി കൂടുമ്പോൾ വന്ന് ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കാറുണ്ട്. എൻ്റെ വാഹനത്തിൽ ഞാൻ വന്ന് പങ്കെടുത്തു. ഒരു പൈസ പോലും ഇന്നുവരെ വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയും. ഞങ്ങൾ ഇന്ന് രാവിലെ ഏകദേശം 9 മണിക്ക് ഇവിടെ വന്നതാണ്. ഇന്നലെ നിയമസഭ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ പാലക്കാടേക്ക് പോകുന്ന വഴി ഇവിടെ നിന്നിട്ടാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെയും സമയം മാറ്റി വെച്ചേക്കുന്നത്. ഞങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സമയം മാറ്റി വെക്കുന്നു? ഒരു വലിയ വിഭാഗം ജനറൽ ബോഡിയിൽ നിന്നും കൂട്ടായി തീരുമാനമെടുത്തേണ്ടത് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായി. നമ്മൾ വോട്ട് ചെയ്ത ആളുകൾ അവർ പറഞ്ഞ കണക്ക് ഞങ്ങൾക്ക് പാസ്സാക്കാൻ പറ്റിയില്ല, അവർ രാജിവെച്ച് പോയിരിക്കുന്നു എന്ന് തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളിതൊന്ന് ഏറ്റെടുക്കണം. എവിടം വരെ? ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് വരെ. അപ്പോൾ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ചോദ്യപ്രകാരം ഇവർ കോടതിയുമായിട്ട് ഇത് ക്ലെയിം ചെയ്യാൻ പോയാലും അപ്പോഴും അടുത്ത ജനറൽ ബോഡി ആകുകയും പോവുകയും ഇവരിതിന്റെ സ്ഥാനത്ത് തുടരുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ജനറൽ ബോഡി അത് സമ്മതിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. സമ്മതിക്കാമായിരിക്കും, ഇല്ലായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയേ ഉള്ളൂ കൺക്ലൂഷൻ. അവർ രാജി നിയമപ്രകാരം എഴുതി തന്നിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടില്ല. പക്ഷെ നിങ്ങളും കണ്ടതാണ് ഞങ്ങൾ രാജിവെച്ചു എന്ന് പറഞ്ഞ് പോകുന്നത്. ആ സാഹചര്യത്തിൽ ഇതിന്റെ ഈ ഗണേശേട്ടൻ പറഞ്ഞതുപോലെ ഇതുമായി ആശ്രയിച്ച് നിൽക്കുന്ന, ഇതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന, ഈ സംഘടനയെ വളരെ സ്നേഹത്തോടെ കാണുന്ന, ഈ സംഘടനയുടെ ഓഫീസിലൊക്കെ വളരെ ചിരിച്ചു കളിച്ച് സന്തോഷത്തോടു കൂടി ഞങ്ങളിങ്ങനെ വലിയ താരങ്ങളെ ചെറിയ താരങ്ങളൊന്നും ഒന്നുമില്ലാണ്ട് തോളൊക്കെ ഇട്ടുകൊണ്ട് നടന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് വലിയ മനസ്താപമുണ്ട്. എത്രയോ ഷോ ചെയ്തും ഉറക്കം നിന്നും പല റിഹേഴ്സൽ ചെയ്തും അങ്ങനെ പൈസ ഉണ്ടാക്കി അതുകൊണ്ട് ആളുകളെ നോക്കുന്ന അവസ്ഥയിൽ നിന്നും ഇപ്പോൾ കാണുന്ന ഈ സാഹചര്യങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ വീഴ്ചയാണ്. അപ്പം അതുകൊണ്ട് അവർ പോയ സാഹചര്യത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചു, ഞങ്ങൾ ഏറ്റെടുത്ത ജോലി ഞങ്ങളാൽ കഴിയും വിധം ഏറ്റവും ഭംഗിയായി ഇതിലെ അംഗങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുക എന്നുള്ളതാണ് ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം.